എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു സർപ്രൈസിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ളത് മാത്രമാണ്. മറ്റൊന്നല്ല കേട്ടോ, ഒരു കൊച്ചു ചാനലായ നമ്മുടെ PRS കിച്ചനെ നിങ്ങൾ ഓരോരുത്തരുടെയും ഫുൾ സപ്പോർട്ട് മൂലമാണ് ഇപ്പോൾ 156K സബ്സ്ക്രൈബേഴ്സായി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ യൂട്യൂബ് ഒരു പുരസ്കാരം തരും, അതായത് ഒരു സിൽവർ പ്ലേ ബട്ടൺ. അപ്പോൾ ആ പ്ലേ ബട്ടൺ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് അൺബോക്സ് ചെയ്യാം എന്നുള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യണത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ വെച്ചിട്ടാണ്. എപ്പോഴും നമ്മൾ ഉള്ളിൽ വെച്ചിട്ടാണല്ലോ വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിനൊരു വ്യത്യാസമാവട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 സൈഡും ഒന്ന് മെല്ലെ കട്ടാക്കുകയാണ്. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിത് മെല്ലെ പുറത്തെടുക്കാം. ഇങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ ഞാൻ നോക്കിയ സമയത്ത് 2 ഇൻസുലേഷൻ ഒട്ടിച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മെല്ലെ പുറത്തെടുക്കാം. ഇത് കണ്ടല്ലോ, നമ്മളിത് പുറത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മേലെ ആദ്യം ഒരു സ്പോഞ്ചിൻ്റെ ഷീറ്റാണുള്ളത്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ സ്പോഞ്ചിൻ്റെ ഷീറ്റ് ഒന്ന് പതിയെ മാറ്റാം. അപ്പോൾ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ നമുക്ക് കാണാം. കണ്ടല്ലോ, അടിപൊളി സിൽവർ പ്ലേ ബട്ടൺ ഇരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തർക്കും ഞാൻ ഈ സമയത്ത് പ്രത്യേകം നന്ദി പറയണു. ഇനി നമുക്ക് ഈ കവറിലുണ്ടല്ലോ പ്ലേ ബട്ടൺ കൂടാതെ മറ്റെന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. കണ്ടല്ലോ, ഇത് നമുക്ക് യൂട്യൂബിൽ CEO തന്നിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അതായത് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയതിനുള്ള താങ്ക്സ് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണിത്. മാത്രമല്ല വേറെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പം ഇനി നമ്മുടെ പ്ലേ ബട്ടൺ നമുക്കൊന്ന് ഈ കവറിൽ നിന്ന് പുറത്തെടുക്കാം. ഇത് കവർ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് മൂലമാണ് ഞാൻ ഇത്രയും എത്തിയതും എനിക്ക് ഈ പ്ലേ ബട്ടൺ കിട്ടാൻ സാധിച്ചതും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഈ പ്ലേ ബട്ടൺ ഞാൻ സമർപ്പിക്കുകയാണ്. പ്രസൻറ്റഡ് ടു PRS കിച്ചൺ ഫോർ പാസിംഗ് 1,00,000 സബ്സ്ക്രൈബേഴ്സ്. കണ്ടല്ലോ നമ്മളുടെ പ്ലേ ബട്ടൺ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ പ്ലേ ബട്ടൺ നല്ല അടിപൊളി, നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കുന്നുണ്ടല്ലേ. മാത്രമല്ല അതിൽ നല്ല മിറർ വർക്കും ഒക്കെ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് വാങ്ങിക്കേണ്ടത് ഗോൾഡൻ പ്ലേ ബട്ടനാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഗോൾഡൻ പ്ലേ ബട്ടൺ വാങ്ങാവുന്നതാണ്. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ പ്രിയ സുരേഷ്. ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ ഒരു വീട്ടമ്മ മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം ഇവിടെ എത്തിയ സാധാരണ ഒരു വീട്ടമ്മ. പിന്നെ എൻ്റെ ഭർത്താവ് സുരേഷ്, അദ്ദേഹത്തിന് സ്പെയർ പാർട്സ് കടയാണ് നെന്മാറയിൽ. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നെന്മാറ താമസിക്കുന്നത്. അദ്ദേഹമാണ് കേട്ടോ എനിക്ക് ചാനൽ തുടങ്ങാനുള്ള ഫുൾ സപ്പോർട്ട് തന്നത്. എല്ലാ ധൈര്യവും എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യാനും ഒക്കത്തിനുമുള്ള എല്ലാ സപ്പോർട്ട് തന്നത് അദ്ദേഹമാണ്. പിന്നെ ഞങ്ങൾക്ക് 2 പെൺമക്കളാണ്. വലിയ ആൾ ഫൈനൽ മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. ചെറിയ ആൾ മെഡിക്കലിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് എറണാകുളത്ത് നിന്ന് പഠിക്കുകയാണ്. കുക്കിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സംഭവമാണ്. മാത്രമല്ല ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയാറ്. പിന്നെ മക്കളൊക്കെ ഹോസ്റ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഇങ്ങനെ കുക്കിംഗ് ചെയ്തിട്ട് അത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ എനിക്ക് അങ്ങനെ ഇതിൽ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര പേടിയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഫാമിലിയാണ് എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് വന്നത്. എൻ്റെ ചേച്ചി എനിക്ക് ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട്. ആദ്യ സമയത്തൊക്കെ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. പിന്നീട് നെന്മാറയിലേക്ക് മാറ്റി. ഇതാണ് എൻ്റെ ചേച്ചിയും ഭർത്താവും. ചേട്ടൻ റിട്ടയേർഡ് ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയറാണ്. പിന്നെ ചേച്ചിക്ക് 2 ആൺമക്കളാണ്. അവർ 2 ആളും എഞ്ചിനീയർമാരാണ്. ഇവരാണത്. ഇതിൽ മൂത്ത ആൾ പ്രിയമോനാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഫുൾ സപ്പോർട്ടായത്. അതായത് എനിക്ക് ഫോണിൽ എങ്ങനെ ഇത് എഡിറ്റ് ചെയ്യും, കട്ട് ചെയ്യും, ഡബ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത്. പിന്നെ രണ്ടാമത്തെ ആളുണ്ടല്ലോ പ്രജീഷ്, മോനാണ് ഇപ്പോൾ ചാനലിൽ ടെക്നിക്കലായ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇനിയുണ്ടല്ലോ ഞാനിപ്പോൾ കൃഷിയുടെ വീഡിയോ ആണ് കൂടുതൽ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് കൃഷിയുടെ വീഡിയോ ഇടുന്നത് മൂലം പലർക്കും അതൊരു ഇൻസ്പിറേഷനാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കൂടുതൽ ടിപ്സുകളും അതുപോലെ തന്നെ കൃഷിയുടെ വീഡിയോ ഒക്കെ ചെയ്യണത്. ഇനി നമുക്ക് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയുള്ള ആഘോഷ പരിപാടിയിലേക്ക് പോകാം. ഞാൻ അവണൂർ ശാന്ത ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പം 10ാം ക്ലാസ് പറഞ്ഞത് 92 ബാച്ചാണ്. അപ്പം ഞങ്ങൾ 92 ബാച്ച് സ്റ്റുഡൻസൊക്കെ കൂടിയിട്ട് ഹോട്ടൽ ദ്വാരകാപുരിയിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ പ്ലേ ബട്ടൺ വന്നുകൊണ്ടിരിക്കുന്നതാണ്, ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ എങ്കിലും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഞങ്ങൾ പ്ലേ ബട്ടൺ കിട്ടുന്നതിനെ സംബന്ധിച്ച് നല്ല അടിപൊളി ആഘോഷം ചെയ്തിരുന്നു.
അപ്പോൾ അതിൽ ഞാനിവിടുന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ PRS കിച്ചൻ്റെ പേരിൽ ഒരു കേക്കൊക്കെ തയ്യാറാക്കിയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ആഘോഷിച്ചത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ തിരുപ്പൂർ ബനിയൻ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ 40ഓളം പേരുണ്ടായിരുന്നു, ടീഷർട്ട് കൊണ്ടിരുന്നു. വെറുതെ ടീഷർട്ട് കൊണ്ടുവരില്ല കേട്ടോ, അതിൽ 92 ബാച്ച് എന്നൊക്കെ എഴുതിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. അത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. ഞങ്ങൾ അതെല്ലാവരും അപ്പം തന്നെ അത് ധരിക്കുകയുണ്ടായി. കാരണം ഞങ്ങൾക്കത് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതിട്ടിട്ടാണ് ഞങ്ങൾ എല്ലാ ആഘോഷ പരിപാടികളും നടത്തിയത്. മാത്രമല്ല എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് അനിത. അവൾ വരുന്ന സമയത്ത് വട അതുപോലെ ഉണ്ണിയപ്പം അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ എന്താ പറയുക, അവിടെ മസാല ദോശ, ചായ അതൊക്കെ കഴിച്ച് ഉച്ചയോട് കൂടിയിട്ടാണ് പിരിഞ്ഞത്. അപ്പോൾ ഒത്തിരി സന്തോഷമായ ഒരു ദിവസമായിരുന്നു അത്. ഞങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അടിപൊളി കൂട്ടായ്മയാണ്. എപ്പോഴും എന്തിനും ഓടി വരുന്ന ഫ്രണ്ട്സാണ് എനിക്കുള്ളത്. അപ്പോൾ അവരെ പറ്റി പറയാമെന്ന് വെച്ചാൽ എനിക്ക് വാക്കുകളില്ല. പക്ഷേ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് ബോറടിപ്പിക്കാൻ യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എന്നെ ഇത്ര വരെ എത്തിച്ചത്. ഇനിയും നിങ്ങളുടെ എല്ലാ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് എൻ്റെ മാത്രം വിജയമല്ല, നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയാണ്. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വിജയമായിട്ട് കണക്കാക്കണം. നമ്മുടെ ഈ പ്ലേ ബട്ടൺ ഉണ്ടല്ലോ, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാനിത് സമർപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ഒന്നും കൂടെ നന്ദി, നമസ്കാരം. എന്നോട് സംസാരിക്കാൻ താല്പര്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫേസ്ബുക്കിലൊന്ന് കയറേണ്ടതാണ്. അന്നേരം ഞാനായിട്ട് സംസാരിക്കാം. അപ്പോൾ PRS കിച്ചൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.